നമസ്തേ. 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മ്ലേച്ഛമായ, മോശമായ, ഇനി ഇതിലും മോശമായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്ന് തന്നെ ചിന്തിപ്പിക്കുന്ന, വളരെ തരം താഴ്ന്ന രീതിയിൽ ഒരു ക്രിസ്ത്യാനി പേര് ഉള്ള ഒരു വ്യക്തി, അദ്ദേഹം ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുണ്ടോ എന്ന് ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഷേപ്പും ഒക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനിയിലെ പെന്തോക്കോസ്ത് വിഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പെന്തോക്കോസ്ത് എന്ന് പറഞ്ഞാൽ മതം മാറ്റിയ ഹിന്ദുക്കൾ എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം, ഒരു ഭൂരിഭാഗം. അതെന്തോ ആയിക്കോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. അദ്ദേഹം ഏത് മതത്തിലാണ് വിശ്വസിച്ച് നടക്കുന്നതെന്നും അത് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഇനി ഹിന്ദു ആയിട്ട് വിശ്വസിച്ചാൽ പോലും ഹിന്ദുവായി വിശ്വസിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ മോശമായ ഭാഷയിൽ ഹിന്ദു മത ആചാരത്തെ ഇങ്ങനെ വിളിച്ച് കളിയാക്കുന്നത്. ഇത് പറയുമ്പോഴാണ് ഈ ഹിന്ദുക്കളിലുള്ള മതം മാറിയ ക്രിസ്ത്യാനി, അതായത് പെന്തക്കോസ്ത് എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്. ബേസിക്കലി അദ്ദേഹം ഒരു കോട്ടയംകാരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അതൊന്നുമല്ല വിഷയം. അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, ഒരു ഭൂരിഭാഗം ജനതയുടെ വിശ്വാസമാണ് ഹിന്ദു വിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങൾ. ആ ഹിന്ദു ദൈവങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന, വളരെ ലോക രാജ്യങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന, വളരെയധികം ആവേശം മനസ്സിൽ കൊടുക്കുന്ന, വിശ്വാസമുള്ള തത്വമസി ആണ് അയ്യപ്പ സങ്കല്പം. ആ അയ്യപ്പ സങ്കല്പത്തെയാണ് ഇദ്ദേഹം പരസ്യമായിട്ട് വളരെ മോശമായ രീതി, ബലാത്സംഗം എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ്, ബലാത്സംഗ വീരൻ എന്നൊക്കെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെയായിട്ട് ഈ ഹിന്ദു ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് ആരും തന്നെ പ്രതികരിക്കുന്നതായിട്ട് കാണുന്നില്ല. ഒരു 1-2 RV ബാബു അങ്ങനെയുള്ള ചിലരൊക്കെ മാത്രം എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികൾ ആരും തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിലെ തലമുതിർന്ന ആരും തന്നെ കണ്ടില്ല എന്ന് കണ്ണു പൊട്ടനെ പോലെ കണ്ണടച്ചിരിക്കുകയാണ്. സാധാരണ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ കോടതിയൊക്കെ ഇടപെടാറുണ്ട്. അവർ സ്വമേധയാ കേസെടുത്ത് ചോദ്യം ചെയ്യാൻ ഓർഡർ ഇറക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആക്ഷനൊക്കെ വരും. കാരണം ഇത് കേട്ടാൽ ഒരു വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് സമൂഹത്തിൽ ഇത് പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയുമായിട്ടാണ് ഈ സണ്ണി കപ്പിക്കാടാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ശ്രീ അയ്യപ്പസ്വാമിയെയും മാളികപ്പുറത്തെ അമ്മയെയുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയെ ബലാത്സംഗ വീരനായി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ വളരെ മോശമായിട്ടാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരെയായിട്ട് ഇവിടുത്തെ അയ്യപ്പ ഭക്തരുടെ ശക്തിയായിട്ടുള്ള ഗുരുസ്വാമിമാർ ഓരോ ജില്ലകൾ തോറും പ്രാദേശികമായി സംഘടിച്ച് ഒരു കൂട്ടായ്മയിൽ കൂടെ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിലെ, ലോകമെമ്പാടും പരന്നു കിടക്കുന്നതാണ് അയ്യപ്പ ഭക്തർ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും അയ്യപ്പ സ്വാമിയെ കാണാൻ കൊല്ലം തോറും അവിടെ വരുന്ന ഒരുപാട് പേരുണ്ട്, കോടിക്കണക്കിന് ജനങ്ങളുണ്ട്.
അവർക്കൊന്നും ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടായിരിക്കില്ല. മലയാളത്തിലാണ് അദ്ദേഹം ഈ വൃത്തികേട് മുഴുവൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് മലയാളത്തിൽ പറഞ്ഞ കാരണം കേരളത്തിലുള്ള ഗുരുസ്വാമിമാർ, അയ്യപ്പ സേവാ സംഘം ഒക്കെ ഇതിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ശക്തമായ പ്രതിഷേധത്തിന് അവസരം ഒരുക്കണം. ഇദ്ദേഹത്തിനെ എവിടെ കണ്ടാലും ഗൗരവ ചെയ്ത് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. ഇതിനൊന്നും ഇടവരുത്താതെ ഭരണകൂടത്തിന് തന്നെ, കാരണം ഇവിടെ പലരും പ്രസംഗിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ചാടി ഓർഡർ ഇറക്കിയ ഭരണകൂടവും കോടതിയൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു മതത്തിലെ ഒരു ദൈവത്തിനെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് മാന്യനായിട്ട് സമൂഹത്തിൽ നെഞ്ഞും വിരിച്ച് ഇപ്പോഴും നടക്കുകയാണ്? ഇദ്ദേഹം ഓർക്കുന്നില്ല, ഇവിടെ ഒരു മതത്തിനെയും കളിയാക്കാൻ പാടില്ല. ഒരു മതത്തിൻ്റെയും ഇത്തരത്തിലുള്ള ആന്തരികമായ വിഷയത്തിലേക്ക് കയറി ചെന്ന് അതിനെ ഇങ്ങനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആ വ്യക്തി ആര് തന്നെയായാലും അദ്ദേഹം സാമൂഹ്യദ്രോഹിയാണ്. സമൂഹത്തിൽ കലാപമുണ്ടാക്കാനായി ഇറങ്ങിത്തിരിച്ചവനാണെന്ന് കണക്കാക്കി അവനെ എത്രയും പെട്ടെന്ന് കോടതിയോ അല്ലെങ്കിൽ ഭരണകൂടമോ അവനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് ഇതിനുള്ള ശരിയായ വിശദീകരണം അവൻ്റെ കയ്യിൽ നിന്ന് ഉടൻ തന്നെ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ തന്നെ ഇവിടെ സംഘടിച്ച് അതിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെയുള്ള ഗുരുസ്വാമിമാർ ഇറങ്ങണം. കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള അയ്യപ്പ ഭക്തരെ ശബരിമലയിൽ കൊണ്ടായാൽ പോരാ, ആ ഗുരുസ്വാമിമാർ ഇതിന് നേതൃത്വം കൊടുത്ത് ഇതിന് എതിരെയായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം വളരെ പെട്ടെന്ന് കേരളത്തിൽ തന്നെ ഉടൻ തന്നെ ഉണ്ടാകണം. ഇത് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തെക്കാളും കൂടുതൽ അയ്യപ്പ ഭക്തരുള്ള തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും ഒക്കെ അതിൻ്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതിനുള്ള ഒരു നേതൃത്വം കേരളത്തിൽ നിന്ന് ഉടൻ ഉണ്ടായേ പറ്റൂ. കാരണം ഇത്തരത്തിൽ ഒരു ഭൂരിപക്ഷമുള്ള ജനത്തിൻ്റെ ദൈവത്തിനെയാണ്, ഈശ്വരനെയാണ് ഇങ്ങനെ മോശമായ രീതിയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എന്തു തന്നെ ആയിക്കോട്ടെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിന് സ്വാഭാവികമായിട്ട് ഓർഡർ ഇറക്കേണ്ടത് ഭരണകൂടമാണ് അല്ലെങ്കിൽ കോടതിയാണ്. ഇവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ തന്നെ അതിന് മുൻകൈയിട്ട് ഇറങ്ങിയിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഗുരുസ്വാമിമാരായിരിക്കണം, അയ്യപ്പ സേവാ സംഘമായിരിക്കണം. ഇവരൊക്കെ കൂടി ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം ഉടനെ തന്നെ നമ്മൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.